നമുക്ക് ശരിക്കും ഈ ഇലക്ഷനിലുള്ള വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എന്നിരുന്നാലും നമ്മളെല്ലാം നോട്ടയിൽ കുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശശി തരൂരാണ് നമ്മുടെ പാർലമെന്റിൽ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ട് കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ആള്. കാരണം ഇവിടെ ഇംഗ്ലീഷ് പാർലമെന്റിൽ സംസാരിക്കാൻ കേരളത്തിൽ രണ്ടുപേരേ ഉള്ളൂ, ശശി തരൂർ ആൻഡ് എൻ കെ പ്രേമചന്ദ്രൻ. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് പെട്രോൾ വില കുറച്ച് തുടങ്ങുന്നു. എല്ലാവരും വിചാരിക്കും വീണ്ടും കുറഞ്ഞു വരുന്ന കേരളത്തിലുള്ളൊരു മണ്ടന്മാരൊന്നും. കേരളത്തിലെ ജനങ്ങൾ സാമാന്യ വിദ്യാഭ്യാസമായിട്ട് ചിന്തിക്കുന്ന ഒരു വിവരമുള്ളവരാണ്. കാര്യം വർഗീയതയെ അവർ താലോലിക്കുന്നവരല്ല. ട്രിവാൻഡ്രത്ത് പന്ന്യൻ രവീന്ദ്രൻ ജയിക്കാനായിരിക്കും ചാൻസ്. അത് എന്തെങ്കിലും ആവശ്യം, ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ശശി പന്ന്യൻ രവീന്ദ്രൻ ചെയ്തിരിക്കും. ട്രിവാൻഡ്രം സിറ്റി ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആൾക്കാരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. നോക്കി കഴിഞ്ഞാൽ ശശി തരൂരാണ് നമ്മുടെ പാർലമെന്റിൽ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ട് കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ആള്. അപ്പം പുള്ളിക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ. പന്ന്യൻ നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് തോന്നില്ലേ? അതെ അതെ, പുള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. എന്നാലും സാധ്യത തരൂരിനാണ് ഇത്ര ദിവസം അങ്ങനെ ആയതുകൊണ്ട്. പൊതുവെ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ ഇപ്പോഴും ശശി തരൂർ സാറിന് തന്നെയാണ്. കാരണം ആരെടുത്ത് നോക്കിക്കഴിഞ്ഞാലും പുള്ളി അങ്ങനെ നെഗറ്റീവ് ആക്കാൻ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. ഇനി 5 വർഷം കാണില്ല. അതിപ്പോൾ ആരും ഇലക്ഷൻ കഴിഞ്ഞാലും കാണില്ലല്ലോ. 5 വർഷത്തേക്ക് നോക്കണ്ട. പന്ന്യൻ രവീന്ദ്രൻ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് തോന്നില്ലേ? സ്ട്രോങ് കാൻഡിഡേറ്റ് തന്നെയാണ്. അത് ബേസിക്കലി ഇപ്പോൾ പാർട്ടി ബേസിൽ ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയം അവരുടെ അല്ലേ, LDF അല്ലേ. അതുകൊണ്ട് അവർക്കൊരു ചാൻസ്. പെൻഷൻ എന്ന് പറഞ്ഞ സാധനമേ കിട്ടാറില്ല. ഇപ്പൊ എൻ്റെ വൈഫിന്റെ പപ്പയ്ക്കൊക്കെ ആണെങ്കിൽ അവർ സീനിയർ സിറ്റിസൺ ആണ്, പെൻഷൻ വാങ്ങിക്കൊണ്ട്. പക്ഷെ ആദ്യമൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു, പിന്നെ അത് കൊടുക്കാറുമില്ല. ഇപ്പൊ മുടങ്ങി തന്നെ കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ ഇലക്ഷൻ ടൈമായപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം പ്രൊസീജിയറിലെ കാര്യം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ അറിയാം, ഇപ്പൊ NDA വെച്ച് നോക്കുകയാണെങ്കിൽ അവർ നോക്കാൻ നേരത്തെ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് പെട്രോൾ വില കുറച്ച് തുടങ്ങുന്നു. എല്ലാവരും വിചാരിക്കും വീണ്ടും കുറഞ്ഞു വരുന്ന കേരളത്തിലുള്ളൊരു മണ്ടന്മാരൊന്നുമല്ല. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ വീണ്ടും പെട്രോളിന്റെ വിലയും ഡീസലിന്റെ വിലയും വീണ്ടും കൂടും. ലൈക്ക് കോൺഗ്രസിന്റെ ഇത് തന്നെ. ശശി തരൂർ സാറ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞു, പുള്ളിയുടെ കാര്യം നോക്കി. ഇനി 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത് നോക്കിയാൽ ആര് ജയിച്ചാലും ഇതിലിപ്പോൾ ഏത് രാഷ്ട്രീയക്കാർ വന്നിരുന്നാലും നമ്മുടെ നാട്ടുകാർക്ക് ആർക്കൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല. അതിനകത്തിരിക്കുന്ന കുറെ വിവരമുണ്ട്. ചക്കര ഭരണി കിട്ടിയാൽ കൈയിട്ട് വരാൻ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ നേടും, അവർ നിൽക്കും. അല്ലാതെ നിൽക്കുന്ന എല്ലാവർക്കും എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ ഇടയ്ക്ക് ഒരു ചാനലിന്റെ റിപ്പോർട്ടിൽ എന്തോ കേട്ടതാണ്, വളർന്നു, വേറൊന്നും വളർന്നില്ല. നരേന്ദ്രമോദിയുടെ താടി വളർന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ കേരളത്തിന് ഒരു വളർച്ചയില്ല. പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തിന് ഒരു വളർച്ച എന്നുള്ള ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് ഉള്ളത്. അല്ലാതെ ഇതിപ്പോൾ ആര് കയറി വന്നാലും, ഈവൻ രാജീവ് ചന്ദ്രശേഖരനാണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ ശശി തരൂർ സാറാണെങ്കിലോ ഓർ നമ്മുടെ പന്ന്യൻ രവീന്ദ്രനാണെങ്കിലോ ആര് കയറി വന്നാലും ഇത് തന്നെയാണ്. ഇവിടെ പന്ന്യൻ 3 സ്ഥാനം, രാജീവ് ചന്ദ്രശേഖർ 2ാമത്. തോന്നുന്ന പണ്ട് പന്ന്യൻ ഇവിടുന്ന് ജയിച്ചു പോയി. ഇവിടെ കഴിഞ്ഞ കരുണാകരന്റെ കൂടെ കരുണാകരൻ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അന്ന് പന്ന്യൻ രവീന്ദ്രൻ ജയിച്ചത്. അവിടെ ചെന്നിട്ട് ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ ഫസ്റ്റ് സമ്മേളനം കഴിഞ്ഞ് വന്ന പത്രക്കാർ ചോദിച്ചു എങ്ങനെയുണ്ട്, എന്ത് പറയും. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചെന്നപ്പോൾ ഒരുപാട് പേര് കൂടി ഒരു മുടി വളർത്തിയ ഒരു മന്നൻ വന്നിരിക്കുന്നു. എനിക്ക് അവിടെ ഒന്നും സംസാരിക്കില്ല. ഞാൻ വിചാരിച്ച ഒന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പൊ ശശി ഈ NDA പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എന്താണെന്നറിയാം. ഈ കോൺഗ്രസ് ശശി തരൂർ ജയിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ജയിച്ചു കഴിഞ്ഞാലേ വല്ലതും ചെയ്യാൻ പറ്റൂ രാജീവ് ചന്ദ്രശേഖർ. അപ്പം ഈ ശശി തരൂർ ജയിച്ചു കഴിഞ്ഞാൽ വേറെ മണ്ഡലത്തിലുള്ള വികസനത്തിലുള്ള കാശൊന്നും ഇവർ കൊടുക്കില്ല. അല്ല, ഞാൻ അറിഞ്ഞൂടെ തന്നെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആളുകൾക്ക് ഇവിടെ കേരളത്തിലുള്ളവർക്കുണ്ട് വലിയ ഡിസ്പ്ലഷർ ഉണ്ട്. ഈ മോഡി കൊണ്ട് ചെങ്കോലും ഒക്കെ കൂടെ അവിടെ കൊണ്ട് സ്ഥാപിച്ച് സന്യാസി ഇതൊന്ന് പാർലമെന്റ് എല്ലാവർക്കും ഉള്ളതല്ലേ. ട്രിവാൻഡ്രം പൊതുവെ ഈ നഗര കേന്ദ്രീകൃതമായിട്ടാണ് BJPക്ക് അനുകൂലം. ഈ അല്ലാതെ ഗ്രാമകേന്ദ്രീകൃതം ബാക്കി കോൺഗ്രസിന് അനുകൂലമാണ്. അതനുസരിച്ചാണ് ട്രെൻഡിങ് കിട്ടുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ നല്ല സ്ഥാനാർത്ഥിയാണ്, പിന്നെ ഒരു കേന്ദ്രമന്ത്രിയാണ്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ശശി തരൂരിനും കൂടെയാണ് ട്രിവാൻഡ്രത്ത് മത്സരിക്കുന്നതെന്ന് വിചാരിക്കും. തൃശ്ശൂരാകുമ്പോൾ 3 പേരും ഒരുമിച്ച്, അവിടെ 3 ത്രികോണമാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ ശശി തരൂരാണ്. ട്രിവാൻഡ്രത്തില് പന്ന്യൻ രവീന്ദ്രൻ സ്ട്രോങ് അല്ലേ? അല്ല, 3ാം സ്ഥാനത്ത് പോകും. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും CPI LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണല്ലോ. ആയിരിക്കും 3ാം സ്ഥാനത്ത് പോകാനാണ് ചാൻസ്. ഇവർ തമ്മിലായിരിക്കും മത്സരം കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഒപ്പീനിയൻ. തിരുവനന്തപുരത്ത് ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ശശി തരൂർ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം പന്ന്യൻ രവീന്ദ്രന് വോട്ട് കാര്യറിയാം, പഴയ MP ആണ് ഇവിടുത്തെ. അപ്പോൾ അദ്ദേഹത്തിന് എന്തായിരുന്നു സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കൃത്യമായിട്ട് പന്ന്യൻ രവീന്ദ്രന് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം പന്ന്യൻ വോട്ട് പിടിക്കും. അതുകൊണ്ട് ശശി തരൂർ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ പറഞ്ഞാൽ NDAക്ക് സാധ്യത ഉണ്ടായിരുന്നു ഇവിടെ. രാജീവ് ചന്ദ്രശേഖർ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. കാരണം
അദ്ദേഹം നമുക്കറിയാം ഒരു പഴയ അല്ലെങ്കിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ തുടക്കം എന്ന രീതി ചിപ്പ് നിർമ്മാണത്തിൽ തുടക്കം എന്ന രീതിയിൽ അദ്ദേഹം നല്ല ഒരു ടെക്നോളജിയുമായിട്ട് ബ്രില്യൻ്റ് ആണ്. പക്ഷെ ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല തിരുവനന്തപുരത്ത് സാധ്യത ഉണ്ടെന്ന്. ജനങ്ങൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ അല്ലെ തിരുവനന്തപുരത്തുള്ള ഏകദേശമുള്ള നല്ലൊരു ഭൂരിഭാഗവും എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വർഗീയത പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ മുതിരില്ല എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ AK ആന്റണി ഇരുന്നതല്ല, ശശി തരൂർ ഇരുന്നതല്ല. അത് എന്തെങ്കിലും ആവശ്യം, ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ശശി തരൂർ പന്ന്യൻ രവീന്ദ്രൻ ചെയ്തിരിക്കും. എന്തായാലും ഇനി അടുത്ത ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം നമ്മൾ ധാരാളം ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ ഇവർ ഭരണത്തിലേക്ക് കയറിയതിന് ശേഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നോക്കിയാൽ കാണാൻ കഴിയും 530/2019 എന്ന് പറയുന്ന കാറ്റഗറിയിൽ പരീക്ഷ എഴുതിയ CPയുടെ റാങ്ക് ഹോൾഡേഴ്സ്. അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ജോലി കൃത്യമായിട്ട് നൽകാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ അനാവശ്യ ദൂരത്തിലൂടെ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധികൾ അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കാണ് പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നത്. അത് ശരിക്കും നമ്മൾ വിശ്വസിച്ച് കൊടുത്ത വോട്ട് അവർ മുതലെടുത്തതിൻ്റെ സമമാണ്. ഇനി അടുത്ത് ഏതൊക്കെ പാർട്ടി വന്നാലും നമ്മുടെ LDF വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഞാനും എൻ്റെ കുടുംബവും അതുപോലെ ഈ ലിസ്റ്റിലുള്ള 10,000-കണക്കിന് പേരുടെ കുടുംബങ്ങളും മാറ്റി വോട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ശരിക്കും ഈ ഇലക്ഷനിലുള്ള വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എന്നിരുന്നാലും നമ്മളെല്ലാം നോട്ടയിൽ കുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ആരൊക്കെ നിന്നാലും LDFന്റെ പാർട്ടിക്കാർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വോട്ടില്ല. ഇപ്പം തിരുവനന്തപുരത്തെ ജനറൽ ആയിട്ടൊരു ട്രെൻഡ് എന്താന്ന് തോന്നുന്നു ഇപ്പം ഇലക്ഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ? ഇലക്ഷൻ ബേസ്ഡ് ആണെങ്കിൽ ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തവർ സാധാരണ ഈ LDFൽ തന്നെ കൊണ്ട് കൊടുക്കാറാണ് പതിവ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആക്ച്വലി ത്രികോണ പോരാട്ടം എന്ന് പറഞ്ഞാൽ ത്രികോണ പോരാട്ടം തന്നെയാണ്. എന്ന് ശക്തമല്ല, പക്ഷെ അതിലൊരു NDA ഇങ്ങനെ ഓപ്പൺ ചെയ്യും എന്നുള്ളൊരു ധാരണ ഒന്നും പറയുന്നത് ഒരു അന്തർധാര LDFും BJPയുമായിട്ടുണ്ട്. വ്യക്തമായ അന്തർധാരയാണ്. അപ്പോൾ അത് ശക്തമാകുന്നത് എങ്ങനെ ഇരിക്കും അതനുസരിച്ച് ഇരിക്കും. ചിലപ്പോൾ LDF 3ാം സ്ഥാനം വരെ പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു ധാരണയുടെ പുറത്ത് അങ്ങനെ ഒരു ചാവേറായി കൊണ്ട് നിർത്തിക്കാൻ 1-2 LDFന്റെ ആൾക്കാരുണ്ട്. ട്രിവാൻഡ്രത്തെ ആൾക്കാർ നോക്കിക്കാണുന്നത് സമാധാനമായി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്നൊരു ജില്ല കൂടിയായതുകൊണ്ട് ആ രീതിയിലും ഒരു വളരെ വ്യക്തമായ, അതായത് ഒരു ശശി തരൂരിനെ സംബന്ധിച്ച് ഒരു വിശ്വപുരുഷൻ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാം. ഒരു അന്തർധാര ശക്തമായി ഉണ്ടെങ്കിൽ BJP 2ാം സ്ഥാനത്ത് വരും, ഇല്ലെങ്കിൽ BJP 3ാം സ്ഥാനത്ത് പോകും. ഇല്ല, വ്യക്തമായി LDF വോട്ട് പിടിക്കുകയാണെങ്കിൽ ശശി തരൂർ 1ാം സ്ഥാനം വരും, 2ാം സ്ഥാനം ചെറിയ ഭൂരിപക്ഷത്തിൽ നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ വരും. അത് കഴിഞ്ഞിട്ട് BJP വരും. BJP അല്ലെങ്കിൽ കരുണാകരൻ സാറിന് ഇങ്ങനെ കുറെ പാർട്ടിയുടെ പേര് മനസ്സിൽ പാറില്ല. അവരെ വിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. ജയിക്കും എന്നുള്ള 99% അല്ല 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ? പ്രവൃത്തി പുള്ളി ഒരു ക്വാളിഫൈഡ് ആണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. ഞാൻ 3-4 ദിവസം വാട്സപ്പിൽ കണ്ടതാണ്. അങ്ങനെ ഡീൽ ചെയ്ത ഒരു പെരുമാറ്റം. ഒരു വണ്ടി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊച്ചിനൊരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞ് അമ്മയുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഷ്ടം കണ്ടത് വീട്ടിൽ എത്തിച്ചു കൊടുത്തു. അതൊക്കെ ഏറ്റവും വലിയൊരു പുണ്യമാണ്. ഒരു കുഞ്ഞിന് ജീവിതത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല നമുക്ക്. ട്രിവാൻഡ്രത്ത് നോർമലി ഇപ്പം ശശി തരൂറാ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുള്ളി ഇപ്പം ഒരുപാട് നാളായില്ലേ, അതുകൊണ്ട് മിക്കവാറും ഇപ്പോൾ ആളുകൾ മാറി ചിന്തിക്കാനാണ് ചാൻസ്. രാജീവ് ചന്ദ്രശേഖർ ഒരു നല്ല ആളാണ്, പക്ഷേ ട്രിവാൻഡ്രംകാർക്ക് വലിയ ഫെമിലിയർ അല്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു തോട്ട് വെച്ചിട്ട് പന്ന്യൻ രവീന്ദ്രൻ വരാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. തിരുവനന്തപുരം നേരത്തെ MP നല്ല രീതിയിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇപ്പം നിൽക്കുന്ന 2 പേര് പന്ന്യൻ രവീന്ദ്രൻ അത്ര പോരാ. ഇവിടെ ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് BJP NDAയും കോൺഗ്രസും തമ്മിലാണ് മത്സരം.